ഗുഡ് മോർണിംഗ്. കോഫി അവിടെ വെക്കേ. അവിടെ വെച്ചേക്കാനോ? എന്താടി നിനക്ക് ഇത്ര അഹങ്കാരോ? ശരിക്കും നോക്കിയാ നീ എനിക്കാണ് കോഫി ഇട്ട് തരേണ്ടത്. പാവം ജോലി ചെയ്യല്ലേന്ന് വെച്ചിട്ട് കോഫി ഇട്ട് വന്നോക്കുമ്പോ ഒരു താങ്ക്സ് പോലും പറയാതെ അവിടെ വെച്ചേക്കാനോ? ഭയങ്കര ബിൽഡപ്പ് ആണ് നിനക്കല്ലേ? ഞാൻ ബിസി ആയിരിക്കുന്നത് കണ്ടില്ലേ? ബിസിയോ? നീ എന്താ IAS IPS പഠിക്കാണോ? എന്താ ചെയ്യുന്ന അവിടെ നീ? നോ, ഞാൻ ബിസി ആണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നുമല്ല. എന്താ കാണിച്ചു നോക്കട്ടെ? കാണിക്കാനല്ലേ പറഞ്ഞേ? നന്ദു മര്യാദക്ക് കാണിക്കേ. കാണിക്കാനല്ലേ പറഞ്ഞേ? കാണിക്കാനല്ലേ പറഞ്ഞേ? പ്ലീസ് നന്ദു കാണിക്കേ. കാണിക്കുന്നു. കാണിക്കാനല്ലേ പറഞ്ഞേ? കാണിക്കേ. ഇതിന് ഇത്രയും വലിയ ബിൽഡപ്പോ? നന്ദിനി, പ്രധാനപ്പെട്ട ഒരു കാര്യം, വാവയ്ക്ക് ഒരു റൂം ഉണ്ടാക്കിയിട്ട് ആ റൂം മുഴുവൻ കുറെ പാവകൾ വെക്കാം. വേറെ റൂം മുഴുവൻ ഡ്രസ്സുകൾ വെക്കാം. വാവയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. ഒന്നുമില്ലെന്ന്. എന്താ ഇങ്ങനെ ഒരു പേപ്പറിന് വേണ്ടി ഇങ്ങനെയോ? പേപ്പറോ? ഇത് വെറും പേപ്പറല്ല, നമ്മുടെ സ്നേഹത്തിന്റെ അടയാളം. യെസ്, കണക്കെടുക്കാൻ വന്നിരിക്കുന്നതാണ് സാറേ. ഈ സമയത്തോ? നന്ദിനി ഇവിടെ വാ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞാനും എന്റെ വൈഫും മൊത്തം 3 പേരുണ്ട്. 2 പേരിലുള്ളൂ സാറേ. സാർ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനും എന്റെ വൈഫ് 3 പേരുണ്ട്. പക്ഷെ 2 പേരിലുള്ളൂ സാറേ. സാർ, മൊത്തം 3 പേരുണ്ട്. അയ്യോ സോറി സാറേ, നിങ്ങൾ 2 പേരിലുള്ളൂ സാറേ. 3 പേരുണ്ട്. 3 പേർ. പക്ഷെ കുഞ്ഞ് ജനിക്കാണ്ട് കണക്കില്ലല്ലോ സാർ. എന്റെ വാവയുടെ പേര് പത്മലത. അത് അങ്ങനെ തന്നെ കണക്കിൽ എഴുതിക്കോ. അതെന്റെ അമ്മയുടെ പേരാ. നന്ദിനി, നീ എന്താ മെന്റലാണോ? എന്താ വേണ്ട നിനക്ക്? അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ വെറുതെ താഴേക്ക് ഇറങ്ങി വന്നേ? ഒന്നും ഉണ്ടാവില്ലെന്നേ. എന്തൊന്നുമില്ലെന്ന് പറയുന്നേ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ ചെയ്യാം. എനിക്കിപ്പോ ഒന്നും വേണ്ട. ഒരു മിനിറ്റ്. ഇപ്പൊ പേടിച്ചില്ലേ? അതേ പേടിയാ എനിക്കും. ശരി ശരി, താഴേക്ക് നോക്കിട്ട് വാ. ഡോക്ടർ നിന്നോട് എന്താ പറഞ്ഞേ? റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്? നിന്നോട് നടക്കാനേ പാടില്ലെന്ന് പറഞ്ഞു. നീ ആണെങ്കിൽ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരിക്ക്. ഈ സമയത്ത് നീ ഫുൾ റെസ്റ്റ് എടുക്കണം. ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെന്ന് വെച്ചാൽ, നിന്റെ കാലെടുത്ത് എന്റെ മടിയിൽ വെച്ച്. ഒന്നുമില്ല, നീ അവിടെ ഇരിക്കും. ഇപ്പൊ റിലാക്സ് ആവുന്നുണ്ടോ? കഴിച്ചോ? കഴിച്ചു. പഴമൊക്കെ കഴിച്ചോ? എല്ലാം കഴിച്ചു. എന്തുപറ്റി? ഒന്നുമില്ല, നീ റിലാക്സ് ആയിട്ടിരിക്കെ. ഹലോ, വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ഓഫീസിലൊന്നും വരുന്നില്ല. ഇതൊക്കെ കേട്ട് കേട്ട് കാതൊക്കെ അടഞ്ഞു പോയി സാറേ. ഒന്ന് ഓഫീസിലേക്ക് വരൂ സാറേ, IT ഫയൽ സബ്മിറ്റ് ചെയ്യണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഓൺലൈൻ അയക്കാം. ഇവിടുന്ന് അയച്ചു തരാം. ഫോൺ വെക്ക്. എന്താ സാറേ, സാറിന്റെ ഓഫീസിലെ ജോലിയല്ലേ? ഇങ്ങനെ പറഞ്ഞാലൊക്കെ എങ്ങനെയാ സാറേ? അതെന്താ എല്ലാം ഓൺലൈൻ മാത്രമേ ചെയ്യുള്ളൂ സാറേ? ശരി, ഓക്കെ, ഞാൻ വരാം. ഇവന്റെ ഒരു കാര്യം. ഓഫീസിൽ നിന്നും കോൾ വന്നാലേ എന്തിനാ നെഗ്ലക്ട് ചെയ്യുന്നേ? ഓഫീസിൽ പോകുന്നതിനേക്കാളും ഞാൻ ഇവിടെ ഉണ്ടാവുന്നതാണ് കാര്യം. ഡെലിവറിക്ക് 10 days ടൈം ഉണ്ട്. എനിക്കും അത് തന്നെയാ പേടി. ഇനിയൊരു 10 ദിവസമേ ഉള്ളൂ. നിന്നെ ഈ നിലയിൽ കണ്ടിട്ട് എനിക്കിനി പോവാൻ പറ്റില്ല.
നിനക്ക് എപ്പോ വേണമെങ്കിൽ ഡെലിവറി ആവുന്നുള്ള പേടിയിൽ നിൽക്കുമ്പോ നീ എന്നെ ഓഫീസിൽ വിടുകയാണോ? എന്നെ ഞാൻ നോക്കിക്കോളാം. ഡെലിവറിക്ക് 10 ദിവസം സമയമുണ്ട്. അതല്ല നന്ദു. ഞാൻ പറയുന്ന കേക്ക്, ആദ്യം ഓഫീസിലേക്ക് പോ. ഓഫീസിൽ പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതല്ലെങ്കിൽ വേറെ ജോലി. നീ അതൊക്കെ വിട്. വർക്ക് എന്തിനാ നെഗ്ലക്ട് ചെയ്യുന്നേ? പോയിക്കോ. ആൻഡ് ഐ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. പ്രശ്നമില്ല. യെസ്, ഐ ക്യാൻ. നിനക്ക് വേണ്ടി പോവാം. ഓക്കേ. ശരി. സൂക്ഷിച്ചിരിക്കും. യാ, അവിടെ എന്തിനാ? ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പോണം. ഇങ്ങനെ തന്നെ പോയാലേ അവരെന്തെങ്കിലും പറയും. ഓ. എന്ത് ഇത്രയും തുണി? അയ്യോ, വേലക്കാരി വന്നില്ലല്ലേ? Please pick up the call. Pick up the call. Please, Bharat. Pick up the call. Phone വേഗം എടുക്ക്. Please. സൈൻ ചെയ്യേ. എവിടെ? അതവിടെ. എന്റെ ദൈവമേ. ഓക്കെ, അടുത്തത്. അത്രേ ഉള്ളൂ സാർ. അത്രേ ഉള്ളൂന്നോ? ആ, അത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഒപ്പിന് വേണ്ടിയിട്ട് എന്നോട് 30 കിലോമീറ്റർ ഓടിച്ചു വരാൻ പറഞ്ഞു. അത് ഈ സമയത്ത്. സാർ, സൈൻ ഇവിടെയില്ല ഇടേണ്ടത്. അത് മാത്രമല്ല, ഇൻകം ടാക്സിന് ഒരാഴ്ച മുമ്പ് അയക്കേണ്ട ഫയലാണിത്. കുറച്ച് കഴിയുവാണെങ്കിലേ മുഴുവനും പോയനെ. നീ ഒരു മനുഷ്യനാണോടാ? ലോകം തന്നെ തീരാൻ പോവാന്ന് പറയുമ്പോഴും ഈന്ന് ചിരിച്ചോണ്ടിരിക്കുന്നേ. ഒരു പ്രശ്നത്തിലുള്ളവൻ എങ്ങനെ ഉണ്ടാവും, നോർമൽ ആയിട്ടുള്ളവൻ എങ്ങനെ ഉണ്ടാവും എന്ന് നിനക്ക് അറിയില്ലടാ. എനിക്കറിയില്ല സാർ. ഓ, നിനക്ക് എന്തോന്നാടാ അറിയുന്നേ? അത് പിന്നെ Connect the Bluetooth. Connect the Bluetooth. ഹലോ, വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹലോ. ഹലോ. ഹായ് നന്ദു. നീ ഇനി ഉറങ്ങിയില്ലേ? എനിക്ക് പെയിൻ സ്റ്റാർട്ട് ആയി. പെയിൻ സ്റ്റാർട്ട് ആയിരുന്നോ? എന്താ ഇത്ര പെട്ടെന്ന് പെയിൻ സ്റ്റാർട്ട് ആയേ? ഇനിയും 10 days ടൈമില്ലേ? ഏയ് നന്ദു, റിലാക്സ്. ഞാൻ വന്നോണ്ടിരിക്കുക. നീ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്? ഓക്കെ, 1 മിനിറ്റ്. ഞാനൊരു കാര്യം ചെയ്യാം. ആംബുലൻസിന് പെട്ടെന്ന് വിളിക്കാം. 1 മിനിറ്റ് ലൈനിലിരിക്കും. ആംബുലൻസിന് കോൺഫറൻസ് കോൾ ഇടാം. ഹലോ, ആംബുലൻസ്. പറയൂ സാറേ. ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. സർ, എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഞാനൊരു ജോലിക്ക് വേണ്ടി പുറത്തു വന്നിരിക്കുകയായിരുന്നു. അവർക്ക് പെട്ടെന്ന് വേദന അധികമായി. ഒന്ന് വേഗം ആംബുലൻസ് അയക്കാൻ പറ്റുമോ? സാർ പറഞ്ഞ ഏരിയയിലൊക്കെ റൂട്ട്സ് ബ്ലോക്ക് ആയിരിക്കുകയാണ് സാറേ. 1.5 മണിക്കൂറാവും സാർ. എങ്ങനെയായാലും എന്ത് അത്രയും സമയം എടുക്കുന്നോ? സർ, അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ അർജന്റാണ്. ഒന്ന് പെട്ടെന്ന്. ഹലോ. ഛേ, കട്ട് ചെയ്ത് കളഞ്ഞു. നന്ദു, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് വെയിറ്റ് ചെയ്യേ. ഹലോ.
സാർ പറയൂ സാർ, ഫോൺ കട്ടായി. മിനിമം 1 hour ആവും സാറേ. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്ന് പെട്ടെന്ന് അയക്ക് സാർ, സമയമില്ല സാർ, പ്ലീസ് സാർ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ശ്രമിക്കാം സാറേ. നന്ദു, നീ എന്നോട് സംസാരിച്ചോണ്ടേയിരിക്കെ. നന്ദു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വന്നോണ്ടിരിക്കുക. പേടിക്കാതിരിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പ്രകാശിനെ കോൾ ചെയ്യാം. പിക്കപ്പ് 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 പ്രകാശ്. ഹലോ പ്രകാശ്, ഫോൺ എടുക്കടാ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ സ്നേഹയെ വിളിക്കാം. നോട്ട് റീച്ചബിൾ എന്നാണല്ലോ പറയുന്നേ. ഹോസ്പിറ്റലിലെത്താൻ 10 kilometers ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ തന്നെ എത്തിക്കോളാം. എന്ത്? നീ നേരെ ഹോസ്പിറ്റലിലേക്ക് വാ, ഞാൻ എത്തിക്കോളാം. നീ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നോ? അത് ഈ സമയത്തോ? നോ 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 നോ, നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ വന്നോണ്ടിരിക്കുക. നീ എവിടെയാണുള്ളത് അവിടെ നിൽക്ക്, ഞാൻ വന്നോണ്ടിരിക്കുക. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക് നന്ദു. ശരി, നീ ഡ്രൈവ് ചെയ്യാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നല്ല കാമായിട്ട് സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്ത് വന്നോണ്ടേയിരിക്കും. ഓപ്പോസിറ്റ് ഒരു ബൈപ്പാസ് ഉണ്ടാകും, ആ ബൈപ്പാസിൽ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്താൽ മതി, മനസ്സിലായോ? അതേപോലെ ഓപ്പോസിറ്റിൽ വരുന്ന വണ്ടിയുടെ ഐബിയും കൂടുതലാകും. സ്ലോ ആയിട്ട് വരണം, ശ്രദ്ധിച്ച് മെല്ലെ വരണം. ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നോണ്ടിരിക്കുക, നീ ഒന്നും പേടിക്കണ്ട. ഓക്കെ ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, ഓക്കെ. വളരെ മെല്ലെ ഡ്രൈവ് ചെയ്യ്. നന്ദു, നീ ഓക്കെ അല്ലേ? ഞാൻ വന്നോണ്ടിരിക്കുക. ഞാൻ അടുത്തെത്താറായി. നന്ദിനി, എന്ത് പറ്റി? എന്ത് സൗണ്ട് അത്? ഹലോ നന്ദിനി. ഹലോ നന്ദിനി, നന്ദിനി, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ നന്ദിനി, കോൺഷ്യസ് ആവാണ്ട് ട്രൈ ചെയ്യ് നന്ദിനി. നന്ദിനി, എന്നോട് എന്തെങ്കിലും സംസാരിക്കും നന്ദിനി. നന്ദിനി, ഓക്കെ ഓക്കെ, നീ പേടിക്കാതിരിക്കെ, ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. നന്ദിനി, ഓക്കെ, റിലാക്സ്. നന്ദിനി, നീ കേൾക്കുന്നുണ്ടോ? നമ്മൾ ലവ് ചെയ്യുന്ന സമയത്ത് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെങ്ങനെ ചെയ്യുന്നറിയാതെ ഞാൻ ടെൻഷനായി. അപ്പോ ആദ്യമായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോൾ നീ സമ്മതിച്ചേ ഇല്ല. ഞാൻ ഒരുപാട് ടെൻഷനായി. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ അതിനേക്കാൾ വലിയ ടെൻഷനിലാണ് നന്ദിനി. പ്ലീസ് ദൈവത്തെ ഓർത്ത് സംസാരിക്കും നന്ദിനി. ഓക്കെ ഓക്കെ, ഞാൻ അത്രയും ടെൻഷൻ അടിച്ച സമയത്ത് കൂടി ഞാൻ നിനക്ക് പ്രപ്പോസ് ചെയ്തു. നീയാണെങ്കിൽ ഐ ലവ് യു ടു എന്നും പറഞ്ഞു. അന്ന് പറയാൻ പറ്റാത്തതിലും വളരെ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇപ്പോഴും എനിക്ക് അതേ സന്തോഷം വേണം നന്ദിനി. വീണ്ടും നീ എനിക്ക് ലൈഫിൽ ആ വലിയ സന്തോഷം തരുമോ നന്ദിനി? പ്ലീസ് പ്ലീസ് നന്ദിനി, ഐ ലവ് യു നന്ദിനി. എന്തെങ്കിലും സംസാരിക്കും നന്ദിനി. ഹലോ, ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇങ്ങനെ കുടുങ്ങിപ്പോയല്ലോ. അയ്യോ. ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ബൈപ്പാസിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അടുത്ത് തന്നെയാ. യെസ്,